പലസ്തീനിൽ ആയിരക്കണക്കിന് പേരെയാണ് ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയത്. ഇതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നെതന്യാഹു പോളണ്ടിലേക്ക് പോകുന്നതും പോളണ്ടിൽ എത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് രാജ്യത്തെ സർക്കാർ അറിയിച്ചതും. പലസ്തീനും ഇസ്രയേലും തമ്മിൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സംഘർഷം ആരംഭിക്കുന്നത്. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനായ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണമാണ് ഇതിന് കാരണമായത്. സ്വതന്ത്ര പലസ്തീനു വേണ്ടിയും ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയും ഹമാസ് ആക്രമണം നടത്തി. 100 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇസ്രയേൽ പരസ്യമായി പങ്കുവച്ചിട്ടില്ല. അമേരിക്ക തങ്ങളാൽ കഴിയുന്ന എല്ലാ സൈനിക സഹായവും യുദ്ധം ചെയ്യുന്നതിനായി ഇസ്രയേലിന് നൽകി. അങ്ങനെ അവർ യുദ്ധത്തിൽ മുന്നേറി. ഒടുവിൽ ഏതാനും ദിവസം മുമ്പ് ഹമാസ് നേതാവിനെ ഇസ്രയേൽ സൈന്യം താഴെ ഇറക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയപ്പോൾ ഹമാസ് നേതാവിനെ നശിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു. അതിനാൽ യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് നടന്നില്ല. യുദ്ധം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. സൈനികരെ കൂടാതെ 45,259 സാധാരണക്കാരും പലസ്തീനിൽ യുദ്ധത്തിൽ മരിച്ചു. ഇവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണനിരക്ക് വർദ്ധിച്ചപ്പോൾ ലോകമെമ്പാടും ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധത്തിന് കാരണമായി. അമേരിക്കയിലും പ്രതിഷേധം ശക്തമായി. മറുവശത്ത് നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ദിവസങ്ങളോളം വിചാരണ നടന്ന കേസിൽ കഴിഞ്ഞ മാസമാണ് തീർപ്പുണ്ടായത്. വിധി നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ചതായിരുന്നു. ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് മാത്രമേ ഈ അറസ്റ്റ് നടപ്പിലാക്കാൻ കഴിയൂ. ഇസ്രയേലും യുഎസും അവരുടെ സഖ്യകക്ഷികൾ പോലും ഇതിൽ അംഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ നെതന്യാഹു ഈ രാജ്യങ്ങളിൽ പോകുമ്പോൾ അറസ്റ്റ് ഉണ്ടാകില്ല. എന്നാൽ ഇതേ അന്താരാഷ്ട്ര കോടതി അംഗീകരിച്ച രാജ്യങ്ങളിൽ പോയാൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നെതന്യാഹു പോളണ്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓഷ്വിറ്റ്സിന്റെ വിമോചനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിയമങ്ങൾ പോളണ്ട് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സംസാരമുണ്ട്. നെതന്യാഹു പോളണ്ടിൽ പ്രവേശിച്ചാൽ അദ്ദേഹം തീർച്ചയായും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പോളണ്ടിന്റെ വിദേശകാര്യ ഉപമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന. ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ അറസ്റ്റ് ഭയന്ന് നെതന്യാഹു പങ്കെടുക്കുന്നത് ഒഴിവായാൽ അത് നെതന്യാഹുവിന് വലിയ അപകീർത്തി ഉണ്ടാക്കുമെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു.